ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ തോൽപ്പിച്ച ഇന്ത്യ ചാമ്പ്യന്മാരായി. എന്നാൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് അന്ന് ദുബായിൽ സംഭവിച്ചത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തലവനും PCB ചെയർമാനുമായ മൊഹസിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് കിരീടം ഇന്ത്യ കൈപ്പറ്റിയില്ലെന്ന് തീരുമാനമെടുത്തോടെയാണ് കാര്യങ്ങളെല്ലാം വഷളായത്. സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ്: വളരെ കഠിനാധ്വാനം ചെയ്താണ് തങ്ങൾ കിരീടം നേടിയത്. അത് എളുപ്പമായിരുന്നില്ല. തുടർച്ചയായ ദിവസങ്ങളിൽ പോലും കളിക്കേണ്ടി വന്നു. കിരീടം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തന്റെ ഡ്രസ്സിംഗ് റൂമിലുള്ള കളിക്കാരും സപ്പോർട്ടിംഗ് സ്റ്റാഫുമാണ് യഥാർത്ഥ ട്രോഫികളെന്നും പറഞ്ഞാണ് സൂര്യകുമാർ യാദവ് പ്രസ് കോൺഫറൻസ് അവസാനിപ്പിച്ചത്. എന്നാൽ BCCI ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മൊഹസിൻ നഖ്വി. അതുകൊണ്ടാണ് ഇന്ത്യ കിരീടം സ്വീകരിക്കാതിരുന്നത്. എന്തുകൊണ്ടും ഇന്ത്യക്ക് അർഹതപ്പെട്ട കിരീടമാണ്, അത് ഇന്ത്യക്ക് നൽകണമെന്നും BCCI ആവശ്യപ്പെട്ടു. ട്രോഫി ഇന്ത്യ സ്വീകരിക്കാത്തതുകൊണ്ട് PCB ചെയർമാൻ അത് കൈപ്പറ്റണം എന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് ട്രോഫിയും മെഡലും ഇന്ത്യയിലേക്ക് എത്തിക്കണമെന്നാണ് BCCI അഭ്യർത്ഥിച്ചിട്ടുള്ളത്. BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയാണ് രംഗത്തെത്തിയത്. നവംബറിൽ നടക്കുന്ന ICC ബോർഡ് യോഗത്തിലും ഇന്ത്യ ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മൊഹസിൻ നഖ്വിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഏഷ്യ കപ്പ് ട്രോഫി ഇന്ത്യ സ്വീകരിക്കില്ലെന്ന് യാതൊരു വിധത്തിലും തന്നോട് അറിയിച്ചിട്ടില്ലെന്നും തന്നെ ഒരു കാർട്ടൂണാക്കി 45 മിനിറ്റോളം പോഡിയത്തിൽ നിർത്തിയെന്നാണ് മൊഹസിൻ നഖ്വിയുടെ പ്രതികരണം. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ യോഗത്തിൽ BCCI ഇത് ഉന്നയിച്ചപ്പോൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. എല്ലാ രാജ്യത്തെയും അഭിനന്ദിച്ച മൊഹസിൻ നഖ്വി ഇന്ത്യയെ ഒഴിവാക്കുകയായിരുന്നു. ഇതിനെതിരെ BCCI സെക്രട്ടറി രാജീവ് ശുക്ല പറഞ്ഞു, ഇന്ത്യയാണ് ചാമ്പ്യന്മാർ, ഇന്ത്യയെ അഭിനന്ദിക്കണമെന്നും പറഞ്ഞതിൽ നിന്നും മൊഹസിൻ നഖ്വി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ വിഷയം പിന്നീട് ചർച്ച ചെയ്യുമെന്നാണ് അവസാനം മൊഹസിൻ നഖ്വി പറഞ്ഞത്. പിന്നീട് ഒരു അവാർഡ് സെറമണി വെച്ച് ട്രോഫിയും മെഡലും തനിക്ക് കൈമാറണമെന്നാണ് മൊഹസിൻ നഖ്വിയുടെ പ്രതികരണം. BCCI ഇതിനെതിരെ ICCക്ക് പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.